രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. MLA സ്ഥാനം രാജിവെക്കണം. രാഹുലിന് ശിക്ഷയും കൊടുക്കണം. ഡയാനയുടെ മരണത്തിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് എന്ന ഇമ്പോർട്ടന്റ് വെളിപ്പെടുത്തലാണ് ഞാൻ നടത്താൻ പോകുന്നത്. ഡയാനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലവ് ജിഹാദിൽ കുരുക്കി. അതിന്റെ ഫലമായിട്ടാണ് ഡയാന മരിച്ചത്. എന്താ തെളിവെന്നോ? എന്താ തെളിവെന്ന് പറഞ്ഞാ നിങ്ങള് അനി രാജയോട് തെളിവ് ചോദിച്ചില്ലല്ലോ. അനി രാജ പറയണ കേട്ടാ. അനി രാജ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡൽഹിയിലും പെൺകുട്ടികളെ ശല്യം ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരോപണം അനി രാജ. എന്താ അതിന് തെളിവ്? രാഹുൽ 10 വർഷം മുമ്പാണ് സെയിന്റ് സ്റ്റീഫൻസിൽ പഠിച്ചത്. രാഹുൽ അന്ന് ഡൽഹിയിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തിരുന്നു. എന്താ തെളിവ്? ഇത്രയും കാലം പറയാത്ത എന്താ? ഇത്രയും കാലം അനി രാജ അത് പറയാത്ത എന്താ? ഇത്രയും കാലം പെൺകുട്ടികൾ പരാതി കൊടുക്കാത്ത എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയെങ്കിലും ഉണ്ടോ? ആ പെൺകുട്ടി കൊടുത്ത പരാതി നാട്ടുകാർക്ക് ആർക്കും വേണ്ടെങ്കിൽ പരാതി കൊടുക്കാം. പക്ഷേ ആ പെൺകുട്ടി പരാതി കൊടുത്തോ? ഏതെങ്കിലും പെൺകുട്ടികൾ പരാതി കൊടുത്തോ? സാധാരണഗതിയിൽ പരാതി വന്ന് പോലീസ് അന്വേഷിച്ചു, കോടതിയിൽ കേസെത്തി, കോടതി തെളിയിച്ചതിന് ശേഷമാണ് ഒരാൾ രാജിവെക്കേണ്ടത്. കോടതി എങ്ങനെ പറഞ്ഞാൽ രാജിവെക്കണം. സുരേഷ് ഗോപിച്ചാണോ ചോദിച്ച ഓർമ്മയില്ലേ? കോടതി മുകേഷിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ച ഓർമ്മയില്ലേ? ഇതിപ്പം പരാതി പോലും ഇല്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം. എന്തൊരു നാടാണിത്! ഈ സമ്മർദ്ദ തന്ത്രത്തിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടുപോയേക്കാം, സംശയമൊന്നുമില്ല. ഞാൻ ഇനി തുറന്നു പറയാലോ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു. നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതവും കരിയറും അവസാനിച്ചു, നിങ്ങളെന്ന വ്യക്തി തീർന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഞാൻ ചെയ്യും. ഞാൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അടികൂടും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണ പ്രളയം, പരാതി പ്രളയം എന്ന്. എവിടെ പരാതി പ്രളയം? പോലീസിലാ? കോടതിയിലാ? എവിടെ പരാതി കൊടുത്തു എന്നാ പറയണേ? അനി രാജ പറയുന്നത് കണ്ടോ? ഭയങ്കര പഞ്ച് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഡൽഹിയിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിയിരുന്നു. മാഡം പരാതി എവിടെ? അന്ന് പറയാത്തത് എന്താ? 10 വർഷം മുമ്പ് നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. എന്താ ഇത് പറയാത്തത്? ഇങ്ങനെ പരാതികളിൽ ആൾക്കാരെ കൊടുക്കാൻ പോയാൽ എന്താണ് അവസ്ഥ? ഡയാന രാജകുമാരിയുടെ എന്റെ ആരോപണം കള്ളമാണെന്നോ? അതായത് ഡയാന രാജകുമാരിയുടെ കൗതുകം എന്ന് പറഞ്ഞാൽ, ഡയാന രാജകുമാരി മരിച്ച തീയതി ഞാൻ നോക്കിയിട്ട് പറയാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡയാന രാജകുമാരി കാർ ക്ലാഷിൽ കൊല്ലപ്പെടുന്നത് 1997 അതായത് 1997 ഡയാന രാജകുമാരി ആ കാർ ക്രാഷിൽ കൊല്ലപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജനിക്കുന്നത് 89. അതൊന്നും കാര്യമല്ല. അതൊക്കെ ഇത്ര ചെറിയ ഡീറ്റെയിൽസ്. ഈ തെളിവ് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനിച്ചിട്ട് പോലുമില്ല. അതൊരു പ്രശ്നമല്ല. എന്ത് പ്രശ്നമാണ്? ഞാൻ അന്യനാകുന്നാണെന്ന് വിചാരിച്ചാൽ, അതായത് അന്യനിൽ നമ്മുടെ വിക്രം ഗംഭീരമായി ചെയ്തത് ഓർമ്മയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഡയാനയുടെ മരണത്തിന് പിന്നിലുണ്ട്. ഡയാനയുടെ കാര്യത്തിൽ, ഡയാന ആ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനിച്ചിട്ടില്ലല്ലോ. നിനക്ക് അമ്മയും പെങ്ങളും ഒന്നുമില്ല ഇങ്ങനെ ചോദിക്കാൻ? നിനക്ക് അമ്മയും പെങ്ങളും ഉണ്ടോ? നിന്റെ അമ്മയോടും പെങ്ങളും ചെയ്താൽ എന്ത് പറ്റും? ചേട്ടാ, എനിക്ക് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ അമ്മയുടെയും പെങ്ങളുടെ അല്ലല്ലോ. തെളിവിന്റെ വിഷയമല്ലേ? നിങ്ങളുടെ അച്ഛനും സഹോദരനുമെതിരെ വ്യാജപരാതി ഒന്നുമല്ല. സ്ത്രീ വിരുദ്ധനാവരുത്, ഒരു കാരണവശാലും നിങ്ങൾ എങ്ങനെ സ്ത്രീ വിരുദ്ധനാവരുത്. എങ്ങനെ സ്ത്രീകളോട് നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നു? ചേട്ടാ, സ്ത്രീകളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടാ, തെളിവുണ്ടോ? ഏതെങ്കിലും രീതിയിൽ നമുക്ക് പരാതി ഉണ്ടോ? പരാതിയിൽ പോലീസ് അന്വേഷിച്ചോ? FIR ഇട്ടോ? അന്വേഷണം നടന്നോ? കോടതിയിലെത്തിയോ? തെളിവ് സമർപ്പിച്ചോ എന്നല്ലേ ചോദിച്ചോളൂ. അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാരതീയ സംസ്കാര പ്രകാരം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ധാർമ്മികത, മാന്യത, മര്യാദ, ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. ചേട്ടാ, ഒരുപാട് പേർക്കെതിരെ ഇത് ആരോപണമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട, ഫോക്കസ് ഡൈവേർട്ട് ചെയ്യണ്ട. നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലാഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? എന്ത് തരം ഭ്രാന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടിയും പരാതി പോലും കൊടുത്തിട്ടില്ല. പരാതിയിൽ പോലീസ് FIR ഇട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. ഏതോ വെളിയിൽ നിന്ന് ഒരു പ്രാന്തം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ആർക്കെതിരെയും പരാതി കൊടുത്തൂടെ? ജനിക്കാൻ പോകുന്ന, അതായത് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല കേട്ടോ. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു വിളിച്ചു. ആണോ അല്ലയോ, കുട്ടി ഡെലിവേർഡ് ആയോ, പ്രസവിച്ചോ ഒന്നും അറിയില്ല. ജനിക്കാൻ പോകുന്ന ഭ്രൂണത്തിന് റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം. വനിതാ കമ്മീഷൻ കേസെടുത്തു, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. എന്ത് തരം ഭ്രാന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഏത് ബാലന്റെ അവകാശമാണ്, ബാലികയുടെ അവകാശമാണ് ഇല്ലാതെ? അതായത് ജനിക്കാൻ പോകുന്ന ഭ്രൂണം, ജനിക്കാൻ പോകുന്ന ആ കുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലാൻ ശ്രമിച്ചു. എങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ അത് ഏറ്റെടുത്തോളാം. അപ്പൊ ആ പെൺകുട്ടി പറയുന്നു, വേണ്ട, ഏറ്റെടുക്കണ്ട. ഈ നാട്ടിൽ നടക്കുന്നത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ കല്ലെറിയലാണ്. ആ കല്ലെറിയലിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ നാട് നശിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ തോന്നുന്നത് നാളെ ആർക്കെതിരെയും വരും. നാളെ രാഹുൽ ഇത് നോക്കി വെക്കും. രാഹുലിനെ ഇന്ന് ഏതെങ്കിലും പണി കൊടുത്താൽ രാഹുൽ ചെയ്യുമെന്നല്ല, വേറെ ആരെങ്കിലും നോക്കി വെക്കും. നാളെ ഏതെങ്കിലും ഇതേപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ആരോപണം ഉന്നയിക്കും. പെൺകുട്ടി ആരാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റൂല. കാര്യം പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റൂല, അത് ജീവിതയാണ്. അതുകൊണ്ട് എന്റെ നിലപാടും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. ഡയാന രാജകുമാരിയുടെ മരണത്തിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലവ് ജിഹാദിന്റെ കറുത്ത കരങ്ങളാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പം ജനിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം.
ഈ ഭ്രാന്ത് നമുക്ക് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ, പൊതുസമൂഹത്തിന് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നാളെ ഏതൊരാണിനും ഗതി വരും. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഓർക്കുക, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ മകൻ, സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താവ്, ആരുടെയും ഭർത്താവ് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ, കരിയർ നശിക്കുന്നതിൽ നിന്ന്, ജീവിതം നശിക്കുന്നതിൽ നിന്ന്, വരുമാനം നശിക്കുന്നതിൽ നിന്ന്, ലൈഫ് ഇല്ലാതാകുന്നതിൽ നിന്ന് ഒരു വ്യാജ ആരോപണം, ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്.